എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ സാസുകയും സാക്കുറയും അവർ രണ്ടുപേരും ആ ലൈബ്രറിയിലേക്ക് വന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ബുക്ക് കണ്ടെത്തുകയാണ്. അതിൽ 12 പേജുള്ള കുറച്ച് ഫോട്ടോസ് ഉണ്ട്. അതൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ഒരു പ്രത്യേകതരം പാർട്ടിക്കിൾ അതുപയോഗിച്ചാൽ മാത്രമേ നറൂട്ടോയുടെ പെയിൻ ഇല്ലാതാക്കാൻ കഴിയൂ. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടണമെങ്കിൽ ആ ചീഫിന്റെ റൂമിലേക്ക് കയറി പറ്റണം. അതിന് സാക്കുറ പറയും അതിനൊരു വഴിയുണ്ട്. നാളെ ചീഫ് മിനിസ്റ്ററിന്റെ അസിസ്റ്റന്റ് ഇവിടേക്ക് വരുന്നുണ്ട്. നമുക്ക് നൈസായിട്ട് സ്വിച്ച് ചെയ്ത് ആ ഗ്യാപ്പിൽ അവന്റെ റൂമിൽ കയറി ഡീറ്റെയിൽസ് എടുക്കാമെന്ന് പറയും. അതൊരു നല്ല ഐഡിയ ആണെന്ന് സാസുകയും പറഞ്ഞ് അവരാ പ്ലാൻ കാര്യമായിട്ട് ചിന്തിക്കുമ്പോഴായിരിക്കും ലോങ് ഷോട്ടിൽ ആരോ ഒരാൾ ആ കാര്യങ്ങളെല്ലാം കേട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുക. കട്ട് ചെയ്താ ഇപ്പോൾ സാസുകയും അവന്റെ പ്രിസണിലുള്ള എല്ലാവരും എഴുന്നേറ്റ് എന്തൊക്കെയോ കാര്യമായിട്ട് ചെക്ക് ചെയ്യാണ്. ആ മഞ്ഞമുടിയനാണെങ്കിൽ എന്തിനെയോ പുറത്തേക്ക് നോക്കും. ആ സമയം കഴിഞ്ഞ് അവൻ പറയും അത് വരുന്നുണ്ട്, എനിക്ക് അതിന്റെ ശബ്ദം കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്. അവൻ പറയുന്നത് മറ്റതിനെ കുറിച്ചും അല്ല, ആ ഡൈനോസറിനെ കുറിച്ച്. അത് കേട്ട് സാസുകയ്ക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. ഇത്ര ദൂരത്ത് നിന്ന് നീ ആ ഡൈനോസറിനെ തിരിച്ചറിഞ്ഞോ? അതിനവൻ പറയും എന്റെ വൈഫിന് അനിമൽസിനെ ഒരുപാട് ഇഷ്ടമാണ്, അവൾക്ക് ഒരുപാട് കുതിരകളുണ്ട്. സോ ഇവറ്റകളുടെ ഒക്കെ കുറച്ച് സൈക്കോളജിയും കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഇവിടേക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. മഞ്ഞത്തലേനാണെങ്കിൽ ഇപ്പൊ അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആൽമണ്ടിന്റെ ഒരു ബ്രാഞ്ച് അങ്ങനെ പുറത്തേക്ക് നീട്ടി കാണിക്കും. അതാണെങ്കിൽ ഇപ്പൊ അതിന്റെ അടുത്തേക്ക് വന്ന് ആ ഒരു ബ്രാഞ്ച് അത് സ്മെല്ല് ചെയ്യാനായിട്ട് തുടങ്ങും. മറ്റുള്ളവർക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. മഞ്ഞത്തലയും പറയും കണ്ടോ, ഇവറ്റകളെയൊക്കെ ഇതുപോലെ പാട്ടിലാക്കാനുള്ള പല ട്രിക്സും എനിക്കറിയാം, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിനെ ഇപ്പോൾ തൊടാം, ഇത് നമ്മളെ യാതൊന്നും ചെയ്യില്ല എന്ന് പറയും. എല്ലാവർക്കും അത് കേട്ട് ഒരുപാട് പേടി. ഉടനെ അപ്പാപ്പനാണെങ്കിൽ മുൻപോട്ടേക്ക് വന്ന് അതിനെ പതിയൊന്ന് ടച്ച് ചെയ്യും. അതിനാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അത് കാണുമ്പോൾ പെൻസിലോയ്ക്കും അതിനെ ടച്ച് ചെയ്യാൻ ആഗ്രഹം തോന്നുവാണ്. അവനും അതിനെ പതിയെ ടച്ച് ചെയ്യാനായിട്ട് ആരംഭിക്കും. പക്ഷെ അവൻ ചെറുതായിട്ട് അവന്റെ കാല് സെല്ലിന്റെ പുറത്തേക്കിടും. അവന്റെ കാല് സെല്ലിന്റെ പുറത്തേക്ക് വരേണ്ട താമസം ഇപ്പൊ ആ ഒരു ഡൈനോസർ അതിന്റെ വാ തുറന്ന് അവനെ കടിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. സാസുകയാണെങ്കിൽ അവനെ പിടിച്ചു വലിച്ച് പുറകിലേക്ക് മാറ്റുകയാണ്. അവന്റെ കാല് തട്ടി ആ മെഴുകുതിരി ലാമ്പ് അത് നിലത്ത് വീണ് ആ ഒരു ഡൈനോസറിന്റെ മേലേക്ക് തീ പടരും. ഡൈനോസറിന്റെ മേലേക്ക് തീ പടരും. അടുത്ത നിമിഷം അത് ഒച്ചത്തിൽ നിലവിളിച്ച് അവിടുന്ന് ഓടുകയാണ്. എന്താ സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാവില്ല. അതിനാ മഞ്ഞമുടിയും പറയും നീ നിന്റെ കാല് പുറത്തേക്ക് വെക്കാൻ ശ്രമിച്ചു, അത് കണ്ടാണ് അത് വയലന്റ് ആയത്. ഇവിടെ ഈ ശബ്ദവും ബഹളവും ഒക്കെ കേട്ട് അവിടേക്ക് സെക്യൂരിറ്റീസ് എത്തും. അതിനവര് പറയും ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇവർ രണ്ടുപേരും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി, അതിൽ ആ ലാമ്പ് ലൈറ്റ് അത് താഴെ വീണുടഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. സോൾജിയർ ആണെങ്കിൽ അവർക്കൊരു വാണിംഗ് കൊടുത്ത് അവിടുന്ന് കടന്നു പോവാണ്. സാസുക അവൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടും കേട്ടും ശ്രദ്ധിച്ചും അങ്ങനെ നിൽക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ പ്രൈം മിനിസ്റ്ററിന്റെ ആ ഒരു മെസ്സഞ്ചർ ആളിപ്പോ പ്രസിഡന്റ് മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. സാക്കുറയായിരിക്കും ആളെ സ്വീകരിക്കാൻ അവന്റെ അടുത്തേക്ക് വരിക. സാക്കുറയെ കണ്ട ഒരു സെക്കൻഡ് അവൻ അങ്ങനെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. സാക്കുറ ചോദിക്കും എന്തു പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിനവൻ ചിരിച്ചിട്ട് പറയും സത്യത്തിൽ എപ്പോഴും ഞാൻ ഇവിടേക്ക് വരുമ്പോൾ മുഖമുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും എന്നെ സ്വീകരിക്കാറ്. ആദ്യമായിട്ടാണ് ഇത്രയും പ്ലസന്റ് ആയിട്ട് ഇത്രയും സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി എന്നെ സ്വീകരിക്കുന്നതെന്ന് പറയും. അത് കേട്ട് സാക്കുറ ഹാപ്പിയായി അവനെയും കൂട്ടി ആ ചീഫിന്റെ മുറിയിലേക്ക് നടന്നു പോവാണ്. അവനാണെങ്കിൽ ലെറ്റർ കാണിക്കും. ഇത് പ്രൈം മിനിസ്റ്റർ ചീഫിന് കൊടുക്കാൻ തന്നയച്ച ലെറ്ററാണ്, ഇത് കൊടുക്കാനാണ് ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞ് അവരങ്ങനെ കാഷ്വലായിട്ട് സംസാരിച്ച് മുൻപോട്ട് പോകും. ആക്കുറാണെങ്കിൽ മെസ്സഞ്ചറിനോട് ചോദിക്കും നിങ്ങൾ മുൻപ് ചീഫിനെ കണ്ടിട്ടുണ്ടോ? അതിനാൾ പറയും ഉണ്ട്, ഇവിടെ വെച്ചല്ല, ഞങ്ങളുടെ ആക്ഷനിൽ വെച്ചാണ് കണ്ടത്. അവിടെ അറ്റൻഡറായിട്ട് വർക്ക് ചെയ്യുന്നത് എൻ്റെ വൈഫാണ്. സോ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ സാക്കുറയാണെങ്കിൽ അവനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഒരു ഡോർ തുറന്ന് അകത്തേക്ക് കൊണ്ടുപോവാണ്. അവൻ ആ ഡോർ തുറന്ന് അകത്തേക്ക് വരേണ്ട താമസം ഡോപോസ്റ്റിൽ സാക്ഷാൽ സാസുകയാണെങ്കിൽ അവന്റെ ജിപ്സ് ഉപയോഗിച്ച് ആ ഒരു മനുഷ്യനെ കൺട്രോൾ ചെയ്ത് താഴേക്കിടുകയാണ്. സാക്കുറ അവള് സാസുകയോട് പറയും ആ ചീഫ് അവൻ വളരെയധികം പവർഫുൾ ആണ്, നമ്മുടെ ഗെഞ്ചിപ്സ് ഒന്നും അവന്റെ മുൻപിൽ വിലപ്പോവില്ല, അവന്റെ കണ്ണിന് ഒരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു, ആ ഒരു വീക്ക് പോയിന്റ് മനസ്സിലാക്കിയ ഈസി ആയിട്ട് അവന്റെ മുൻപിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറയും. അവന്റെ ആർട്ടിഫിഷ്യൽ കണ്ണിന് ക്രോസ് ആംഗിളിൽ കാണാനായിട്ട് കഴിയില്ല, നേരെ നിന്നാൽ മാത്രമേ നമ്മുടെ ഒക്കെ വളരെ വേഗത്തിൽ അവന് കണ്ടെത്താനും നമ്മുടെ ജിപ്സുവിനെ അവനെ കൊണ്ട് പ്രിവെന്റ് ചെയ്യാനും കഴിയൂ. അടുത്ത നിമിഷം സാക്കുറയാണെങ്കിൽ ട്രാൻസ്ഫോം ആയിട്ട് ഇപ്പൊ ആ മെസ്സഞ്ചറിന്റെ രൂപത്തിലായി മാറും. സാസുകയാണെങ്കിൽ അവളുടെ കയ്യിലുള്ള സ്റ്റിക്കിന്റെ രൂപത്തിൽ ട്രാൻസ്ഫോം ആവും. അതിനുശേഷം സാക്കുറ അവൾ സ്ട്രെയിറ്റ് ആയി ആ ഒരു ചീഫിന്റെ അടുത്തേക്ക് വരികയാണ്.
ചീഫ് ആണെങ്കിൽ ആളെ സ്വീകരിച്ച് അവിടെ ഇരുത്തും. അതിനുശേഷം മിനിസ്റ്ററിനെ കുറിച്ചൊക്കെ ചോദിക്കാനായിട്ട് ആരംഭിക്കും. അതിന് സാക്കുറ പറയും, മിനിസ്റ്ററിന് കുഴപ്പമൊന്നുമില്ല, ആള് ഹാപ്പിയാണ്, ഞാനൊരല്പം ഡിലേഡ് ആയി പോയി ഇവിടെ എത്താൻ. സാക്കുറയാണെങ്കിൽ നൈസായിട്ട് അവളുടെ കയ്യിലുള്ള സ്റ്റിക്ക് അതങ്ങനെ താഴേക്ക് ഉരുട്ടി വിടുകയാണ്. കാരണം ആ ഒരു ചീഫിന്റെ പുറകിലുള്ള ഡോർ വഴിയാണ് ആ സീക്രട്ട് റൂമിലേക്ക് പ്രവേശിക്കേണ്ടത്. ചീഫിനാണെങ്കിൽ എന്തോ ഒന്ന് അവിടേക്ക് കടന്നു പോയതായിട്ട് തോന്നും. പക്ഷെ ആളുടെ സൈഡ് വേസ് ഉള്ള വിഷൻ അത് പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് തന്നെ ആളത് കാര്യമായിട്ട് എടുക്കാതെ വീണ്ടും സാസുകെ മെസഞ്ചറിന്റെ രൂപത്തിൽ വന്ന സാക്കുറയോട് അങ്ങനെ സംസാരിച്ചിരിക്കും. ആ ചീഫ് ആണെങ്കിൽ കാര്യമായിട്ട് ഇപ്പൊ സാക്കുറയെ തന്നെ ഒന്ന് നോക്കും. നിന്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നില്ലേ, അതെവിടെയും ചോദിക്കും. അതിന് സാക്കുറയാണെങ്കിൽ അവളുടെ ആ കോട്ട് അത് മുകളിലേക്ക് ഉയർത്തി അവളുടെ സ്റ്റിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അവനാണെങ്കിൽ അത് കണ്ട് ചിരിക്കും. സാക്കുറ അവൾ ശ്വാസമൊക്കെ വലിച്ചു വിട്ടിരിക്കുകയാണ്. ഇവിടെ സാസുക അവന്റെ നോർമൽ ഫോമിലേക്ക് മാറി. ഇപ്പോ ആ ഒരു റൂമിന്റെ കീ ഹോളിലൂടെ അവന്റെ ചക്ര പവർ അകത്തേക്ക് അയക്കുകയാണ്. അതിനുശേഷം റൂമിന്റെ കീ അവൻ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കും. അതിനുശേഷം എർത്ത് സ്റ്റൈലിൽ ഒരു കീ തന്നെ ക്രിയേറ്റ് ചെയ്ത് അവന് തുറക്കാൻ ശ്രമിക്കുകയാണ്. സാക്കുറയ്ക്കാണെങ്കിൽ അവളുടെ ടെൻഷനും ഹാർട്ട് ബീറ്റും അത് കൂടി വരും. സാസുക വേഗം നീ ആ ഡോർ തുറന്ന് അകത്തേക്ക് പോകും. ഇവിടെ ആ ചീഫ് ആണെങ്കിൽ സാക്കുറയോട് ചോദിക്കും, ലാസ്റ്റ് സമ്മറിലാണ് നമ്മൾ അവസാനമായിട്ട് കണ്ടത്, നീ അത് ഓർക്കുന്നുണ്ടോ? അന്ന് ചീഫിന്റെ കിങ്ങിന്റെ ഫ്യൂണറലായിരുന്നു. അതിന് സാക്കുറയാണെങ്കിൽ എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയില്ല എന്ന് പറയും. അവനാണെങ്കിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യും, നിങ്ങളുടെ ഗ്രാമത്തിൽ വരൾച്ചയും ബുദ്ധിമുട്ടും കൂടി വരികയാണല്ലേ, നിങ്ങൾ മറ്റൊരു ഗ്രാമത്തിലേക്ക് മാറുകയാണെന്ന് അറിയാൻ കഴിഞ്ഞു. ഇപ്പൊ പ്രൈം മിനിസ്റ്റർ അല്ലേ അവിടെ ഭരിക്കുന്നത്. അവിടെയുള്ള പ്രിൻസും പ്രിൻസസും വളരെ യങ്ങാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഗ്രാമമൊന്നും ഭരിക്കാനുള്ള ആ ഒരു എലിജിബിലിറ്റി വന്നിട്ടില്ല. അങ്ങനെ ചീഫ് ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സാക്കുറയോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവളാണെങ്കിൽ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഡോറിലേക്ക് തന്നെ നോക്കുകയാണ്. ഉടനെ ആ ചീഫ്, ഇത് പറ്റി എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നിങ്ങൾക്ക് ആ ഡോറ് ഒത്തിരി ഇഷ്ടപ്പെട്ടോ, എന്താ അവിടെ പ്രത്യേകത എന്ന് പറഞ്ഞ് ആളങ്ങനെ തിരിയാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം സാക്കുറയാണെങ്കിൽ, ഓ നോ, എന്റെ മൈൻഡ് അത് ചെറുതായിട്ട് ഒന്ന് ഡൈവേർട്ട് ചെയ്തു പോയി. ഞാൻ ആക്ച്വലി ഒരു മെസ്സേജ് പാസ് ചെയ്യാനാണ് ഇവിടേക്ക് എത്തിയത്. അന്ന് നിങ്ങൾ മാൻഷനിലേക്ക് വന്നപ്പോൾ നിങ്ങളെ റിസീവ് ചെയ്തത് എൻ്റെ വൈഫാണെന്ന് പറയും. നിങ്ങൾക്കുള്ള മെസ്സേജ് അത് പ്രോഗ്രസ് അതെന്തായി എന്നതാണ്. സത്യത്തിൽ പ്രോഗ്രസ് എങ്ങനെ മുൻപോട്ടേക്ക് പോകുന്നു ചോദിക്കും. അതിനാ ചീഫ് പറയും, നീ ഒരു മെസ്സഞ്ചർ മാത്രമാണ്, സോ അതിനുള്ള മറുപടി എനിക്ക് നിനക്ക് തരാൻ കഴിയില്ല. നിന്റെ മെസ്സേജും ചോദിച്ചതിന്റെ അർത്ഥവും അത് രണ്ടും എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ആണെങ്കിൽ ഏകദേശം കാര്യം കൈവിട്ടു പോവാണെന്ന് മനസ്സിലാവും. ചീഫ് ചോപ്പനാണെങ്കിൽ തിരിയാനായിട്ട് തയ്യാറെടുക്കും. അപ്പോഴേക്കും സാക്കുറ ചാടി എഴുന്നേറ്റ് പറയും, ഐം സോറി, എന്റെ ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചത്, എന്റെ ബൗണ്ടറി അത് ഞാൻ അറിയാതെ കടന്നുപോയി. അതിനെ ചീഫ് പറയും, ഓക്കെ കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ വികാരം അതെനിക്ക് മനസ്സിലാവുന്നു പറയും. അതിനുശേഷം അവൻ അങ്ങനെ ടേൺ ചെയ്യാണ്. ആ ഗ്യാപ്പിൽ സക്സസ്ഫുള്ളി ഡോർ തുറന്ന് അകത്തേക്ക് പോകും. അവൻ അല്പദൂരം മുൻപോട്ടേക്ക് സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ രണ്ടാമത് വീണ്ടും ഒരു വലിയ ഡോർ കാണും. അവൻ ആ ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴായിരിക്കും അവിടെ മുഴുവൻ ഒരുപാട് കോഴികൾ. ഇതെന്താ ഇത്തരത്തില് ഒരുപാട് കോഴികളൊക്കെ ഇവർ വളർത്തുന്നത്, ഇതിൽ മറ്റെന്തോ സീക്രട്ട് ഉണ്ടെന്ന് പറഞ്ഞ് അവൻ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ സാക്കുറയാണെങ്കിൽ ഇപ്പോ ആ ചീഫിനോട് വിട പറഞ്ഞ് അവിടുന്ന് പുറത്തേക്ക് പോവാണ്. അതേസമയം സാസുവയ്ക്ക് അവൻ അന്വേഷിച്ചു വന്ന ആ പാർട്ടികൾ കണ്ടെത്താനാവില്ല. പക്ഷെ ഒരു സമ്മറിൻ ജിപ്സുവും അതുപോലെ തന്നെ ആ കോഴികളൊക്കെ എന്തിനാണ് അവിടെ വളർത്തിയിരിക്കുന്നതെന്നും സാസുവ കണ്ടെത്തും. റീആനിമേഷൻ ചെയ്ത് ഒരു ബോഡിയിൽ നിന്ന് വീണ്ടും പുതിയ ആളുകളെ കൊണ്ടുവരിക, അതാണ് അവരുടെ ലക്ഷ്യം. ഇതിലൊരു വലിയ സീക്രട്ട് ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് പറഞ്ഞ് അവനിപ്പോ ആ പ്രിസന്റെ പുറകിലേക്ക് വരികയാണ്. അവനവിടെ എത്തേണ്ട താമസം ആ ഒരു ഡൈനോസർ അവന്റെ അടുത്തേക്ക് ഓടിയെടുക്കും. സാസുവയ്ക്ക് പിടികിട്ടും അതിനെ ഗെൻജിപ്സ് ഉപയോഗിച്ചാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന്. അതിന് ലാസ്റ്റ് നൈറ്റ് ഉണ്ടായ ആ പൊള്ളല് അതെപ്പോഴും ഭേദമായിട്ടില്ല. ഈ ഇടയിൽ സാസുക വലിയൊരു സ്റ്റിക്ക് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ വായിലങ്ങനെ കുത്തി നിർത്തും. അതിനുശേഷം അതിന്റെ ബോഡിയിലുണ്ടായിരുന്ന ആ പൊള്ളലില് ആഞ്ഞിട്ടിക്കുകയാണ്. ഇടി കിട്ടി അതങ്ങനെ തെറിച്ചു പോവും. ഗ്യാപ്പിൽ സാസുകയാണെങ്കിൽ അവന്റെ ഒരു ക്ലൗണിനെ ക്രിയേറ്റ് ചെയ്യും. അതാണെങ്കിൽ വീണ്ടും ഡൈവേർട്ടായി വന്ന് ഇപ്പൊ സാസുകയുടെ കൈ അത് കടിച്ചു പറിക്കും. സാസുകയാണെങ്കിൽ അതിനോട് പറയും, നിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലാവുന്നു, നീ ജീവിച്ചിരുന്ന ആ ഒരു വ്യവസ്ഥയിൽ നിന്ന് ഫോഴ്സ് ചെയ്താണ് നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്, നിന്നെ ഞാൻ തിരികെ നിന്റെ കാലഘട്ടത്തിലേക്ക് തന്നെ അയക്കും. സാസുകയാണെങ്കിൽ അതിന്റെ വയറ്റിലേക്ക് കൈ കുത്തിയിറക്കും. അതിനുശേഷം എൻജിപ്സ് ഉപയോഗിച്ച് ചക്ര പവർ അത് അതിന്റെ ബോഡിയിലേക്ക് കടത്തിവിട്ട് ഇപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാണ്. നീ പോയി നിന്റെ റൂമിൽ റെസ്റ്റ് ചെയ്യാൻ പറയും. അതിന്റെ റൂമിലേക്ക് പോവാണ്. കട്ട് ചെയ്ത ഇപ്പോൾ ആ ചീഫും ആളുടെ അസിസ്റ്റന്റും അവർ രണ്ടുപേരും ചേർന്ന് ഒരു ചിക്കനെ ആ റീആനിമേഷൻ ഫീൽഡിൽ അങ്ങനെ കയറ്റി നിർത്തും. അതിനുശേഷം റീആനിമേഷൻ പവർ യൂസ് ചെയ്ത് ആ കോഴിയെ ആള് ഒരു ഡ്രാഗനാക്കി മാറ്റുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.